സെന്റ് അൽഫോൻസ കുടുംബ കൂട്ടായ്മ അവതരിപ്പിക്കുന്നു ക്രോയിഡനിലെ ധൂർത്തപുത്രൻ. ഈ നാടകം തികച്ചും സാങ്കല്പികവും കഥാകൃത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞതും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതുമാണ്. ഇതിലെ കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സമൂഹങ്ങൾ മുതലായവ എല്ലാം പൂർണ്ണമായും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ഇനി മരിക്കാൻ പോകുന്നവരോ ആയ വ്യക്തികളോടോ സ്ഥലങ്ങളോടോ സ്ഥാപനങ്ങളോടോ ഉള്ള സാമ്യം തികച്ചും മനഃപൂർവ്വമല്ലാത്തതും യാദൃശികവുമാണ്. ഇത് സത്യം സത്യം സത്യം. പ്രസിഡന്റ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി, എല്ലാരും അങ്ങ് വിശ്വസിച്ചോളും. അതെ അതെ, വിശ്വസിച്ചാ കൊള്ളാം, അല്ലെങ്കിൽ നമ്മളെ അവര് ശരിയാക്കും. ഇന്നലെ തൊട്ട് പറയുന്നു സമയത്ത് പള്ളിയിൽ പോകണമെന്ന്. 2 മണി മാറ്റി 4:30 ആയാലും കുർബാന തുടങ്ങിയിട്ടേ ചെല്ലാവൂ. നിങ്ങളും നിങ്ങളുടെ ഒരു പള്ളി കുറച്ച് താമസിച്ച് എന്നാൽ എന്താ കുഴപ്പം? ആരെങ്കിലും പിടിച്ചു കടിക്കുവോ? കുറെ നേരം അവിടെ പോയി നിൽക്കാനുള്ളതല്ലേ. അനാവശ്യം പറയാതെടി. നീ വ്യൂവിൽ സിനിമ കാണാൻ ഒരുങ്ങിക്കെട്ടി സമയത്തിന് പോകുമല്ലോ. എവിടെയാണ് നിന്റെ 2 പുത്രന്മാർ? അവന്മാർ ഒരുങ്ങിയോ? ഞാൻ എത്ര തവണ പറഞ്ഞതാ 3:45 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. എന്റെ മനുഷ്യനെ, ഇച്ചിരി താമസിച്ചു പോയാൽ എന്നാ കുഴപ്പം? കർത്താവ് ഇറങ്ങി പോകുവോ? വല്ല സെന്റ് മേരീസിലും പോയാൽ മതിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഇങ്ങനെ സമ്മതിക്കില്ല. അവിടെയാകുമ്പോ എപ്പോഴെങ്കിലും പോയാലും മതി, ആരും ഒട്ടും ശ്രദ്ധിക്കത്തുമില്ല, നേർച്ചയിടുകയും വേണ്ട. ഇവിടെയാണെങ്കിൽ ഇപ്പൊ ബോബ മോണയായിട്ട് വരും. മോണയല്ലടി, ഡോണ. ഇന്ന് സാരി ഉടുത്തോണ്ട് വരണം എന്നാ വുമൻസ് ഫോറം പ്രസിഡന്റ് പറഞ്ഞേക്കുന്നേ. നിങ്ങൾ വെരികിനെ പോലെ തെക്കോട്ടും വടക്കോട്ടും നടക്കാതെ വന്ന് ഈ സാരി ഒന്ന് പിടിച്ചതാ മനുഷ്യ. നിന്റെ ഒരു സാരി, ഈ സാരി കണ്ടുപിടിച്ചവനെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയ. എത്ര കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചുമാണ് നമ്മൾക്ക് ആഴ്ചയിലൊന്ന് മലയാളം കുർബാന കാണാൻ പറ്റുന്നത്. നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും കളയാൻ പറ്റുമോ? വല്ലാത്തൊരു പാരമ്പര്യം തന്നെ. ഉരുട്ടിപ്പുടുങ്ങി തിന്ന്. നിങ്ങളുടെ അച്ഛന്റെ ഒരു സുറിയാനി പാട്ടും കുറെ ആചാരങ്ങളും ചെവി പൊട്ടിക്കുന്ന പാട്ടും വല്ലം മനസ്സിലാകുവോ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അപ്പ ഞങ്ങള് റെഡിയാട്ടോ. അമ്മയവനും വന്നാ നമുക്ക് പോയേക്കാം. Dad, I have told you, ഈ മലയാളം പരിപാടി എനിക്ക് ശരിയാവൂലാന്നേ. എത്ര നേരം നിൽക്കണം? ഇടയ്ക്കൊന്ന് ഇരുന്നാൽ കുറെ ആന്റിമാരെന്നെ തുറിച്ചു നോക്കും. ഞാൻ അവരുടെ മടിയിലാണോ ഇരിക്കുന്നേ? വെരി ബോറിംഗ് ഡാഡ്. ഐ വിൽ സ്റ്റേ ഹിയർ. എടാ, നീ അങ്ങനെ പറയരുത്. ഇത് വിശുദ്ധ കുർബാനയാണ്, നമ്മുടെ ഈശോയുടെ ബലിയാണ്, നമ്മുടെ വിശ്വാസവും പാരമ്പര്യമൊക്കെയാണ്. എന്ത് പാരമ്പര്യം ഡാഡ്? പാമ്പിനെ തിന്നുന്ന നാട്ടിൽ വന്നാൽ നടുകണ്ടം തിന്നണമെന്നല്ലേ പണ്ട് ഡാഡ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഇംഗ്ലീഷ് മാസ്റ്റർ ആണ് മോസ്റ്റ് ഡിസൈറബിൾ ആൻഡ് ക്യൂക്ക്. എന്ത് ഡിസൈറബിൾ, എന്ത് ഡിസൈബർ ആണെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കോണം, പറഞ്ഞേക്കാം. ഡാഡ്, ബി കൂൾ, ബി റെസ്പെക്ട്ഫുൾ. വി ആർ നോട്ട് കിഡ്സ് എനിമോർ. എടാ, നീ അങ്ങനെ പറയല്ലടാ. പറഞ്ഞു കൊടുക്കുമോനെ. ഇങ്ങനെ ഈ കുടുംബത്തിന്റെ ശിരസാണെന്ന് പറഞ്ഞാ നടക്കുന്നത്. ശിരസല്ല, ചരക്കാണ്. ഒരു പഴഞ്ചൻ രീതി. ഞാൻ എത്ര തവണ പറഞ്ഞതാ, മുടിയൊക്കെ ഒന്ന് വെട്ടി നരയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് സ്റ്റൈലായിട്ട് നടക്കാൻ. പറ്റത്തില്ല. നടപ്പ് കണ്ടാത്തൊന്നും രാവിലെ റബ്ബറോട്ടാ നടക്കുവാണെന്ന്. ഷോ, നരവൃദ്ധന്റെ കിരീടമാണെന്ന് ബൈബിളിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടടി. ഒരു സങ്കീർത്തനം. എന്റെ ദൈവമേ, എനിക്ക് എത്ര നല്ല കല്യാണാലോചനകൾ വന്നതാ, എത്ര ചുള്ളന്മാര് വന്നതാ. ഇങ്ങനെ മാത്രം എന്റെ തലയിൽ കെട്ടിവെക്കാൻ തോന്നിയുള്ളല്ലോ. എന്റെ വിധി. എന്ത് വിധിയാടി? അമ്മേ, ഒന്ന് നിർത്താമോ? 10-30 കൊല്ലമായിട്ട് ഇതേ ഡയലോഗ് തന്നെയല്ലേ അമ്മ പറയുന്നേ. എന്ന് പള്ളിയിൽ പോകാൻ ഇറങ്ങിയാൽ ഓരോ പിശാചുക്കൾ ഇറങ്ങിക്കോളും. അപ്പാ വാ, നമുക്ക് ഇറങ്ങിയേക്കാം. ഞാനിന്ന് എന്തായാലും ലേറ്റ് ആയിട്ടേ വരുന്നുള്ളൂ. അതും ലൂക്കാച്ചിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വരാം. എനിക്കിതൊന്നും സെറ്റ് ആവൂലാന്നേ. കൂടാതെ എനിക്ക് ബ്ലോക്ക് ബസ്റ്റർ ഗെയിമിന്റെ ലാസ്റ്റ് ലെവലും കംപ്ലീറ്റ് ചെയ്യാനുള്ളതാ. വാ, നമുക്ക് ഇറങ്ങിയേക്കാം. അമ്മേ, ഞങ്ങള് വെയിറ്റ് ചെയ്യണോ? മനുഷ്യ, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. മൈക്ക് സെറ്റ് എടുത്തു വെക്കാനുണ്ട്, ബേമ എടുത്തു വെക്കാനുണ്ട്, ചായപാത്രം കഴുകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വായി നോക്കി ഡയലോഗ് അടിച്ച് നിൽക്കാതെ ചായയും കുടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോണം.
ഷൈനിയുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ളതാ എനിക്ക്. ഈ സാരിയൊക്കെ അതിനു മുമ്പ് ഒന്ന് മാറി കൊടുക്കണം. അമ്മ സാരി ഉടുക്കുന്നെങ്കിൽ ഞാൻ സാരി ഉടുക്കട്ടെ? നീ ഉടുക്കുവോ മാറുവോ എന്നാന്ന് വെച്ചാ ചെയ്യും. എടാ, നിന്റെ അമ്മയ്ക്കില്ലാത്ത ഒരുക്കമാണല്ലോ നിനക്കിന്ന്. വേഗം പള്ളി വന്നോണം, ഞാൻ പറഞ്ഞേക്കാം. ആ പള്ളിമൂട്ടിന്റെ അച്ഛന്റെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? അച്ഛൻ എന്ത് ഗ്ലാമർ ആന്നേ. ബ്ലാക്കും ഇട്ട് നിൽക്കുമ്പോ അച്ഛന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ ഇത്തിരി സ്റ്റൈലൊക്കെ ഇടണ്ടേ? അടുത്ത വർഷം ഹന്തൂസിക്ക് പോകുമ്പോ വേണം പിതാവിനോട് പറയാൻ ഈ പള്ളിമൂട്ടിലെ അച്ഛനെ എവിടുന്ന് മാറ്റി പ്രായമുള്ള ഒരു അച്ഛനെ ഈ മിഷനിലോട്ട് നിയമിക്കാൻ. ഒരു കണക്കിനത് ശരിയാ, ഇവിടെ കുറെ അങ്കിളുമാരെ ഒതുക്കാനുണ്ട്, എന്റെ ഡാഡ് ഉൾപ്പെടെ. അതല്ലെങ്കിൽ ശരിയാ, ലൂക്കാസിന് ഭയങ്കര ഗ്ലാമറാ. രംഗം 2. പള്ളിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. എടി മോളെ, ഒരു ചായ എടുക്ക്. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? തിരുനാളിന് നമ്മൾ വിസ്തുർബാന്റെ നൊവനെ ഏറ്റെടുത്ത് നടത്തിയാലോ? കൂടാതെ നമ്മൾ എല്ലാവരും പ്രസിദ്ധിമാരായാലോ? എന്റെ മനുഷ്യനെ, നിങ്ങൾക്ക് വല്ലാത്ത മനപ്രയാസമാണല്ലേ. കുർബാന ആര് നടത്തിയാലും നിങ്ങൾ കൈ കൂപ്പി കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചാ മതി. പ്രസുതേന്തി പോലും ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഈ മുടിയൊക്കെ വെട്ടിച്ച് മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ഒന്ന് ചെയ്യായിരുന്നു. നമ്മുടെ ഇളയവന്റെ ബർത്ത്ഡേ ഒക്കെ വരുമല്ലേ. നീ മാണിയോ പേടിയോ എന്ത് വേണേലും കാട്ടിക്കൂട്ട്, മോശമല്ലടി. നമുക്ക് 4 വീടൊക്കെ ഉള്ളതല്ലേ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ പാവം പുതിയ പിള്ളേരാണോ കൊടുക്കേണ്ടത്? മനുഷ്യനെ, ആ 4 വീടുണ്ടെങ്കിലേ അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മോർഗേജ് ഇപ്പോഴും തീർന്നിട്ടില്ല. നൈറ്റ് ഡ്യൂട്ടിയും സൺഡേയും വരെ പണിയെടുത്ത് എന്റെ ഡിപ്പാർട്ട്മെന്റിലെ പിശാചുകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാ ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇതിന്റെ 2 ആമക്കൾക്കായിട്ട് ഞാൻ സമ്പാദിച്ചതാ. നിങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിലേ റബ്ബർ വെട്ടിക്കൊടുക്ക്. നീ കുറെയായി റബ്ബർ എന്ന് പറഞ്ഞ് റബ്ബർ പോലെ ചാടി നടക്കുന്നു. എന്റെ നാടിനെ കുറിച്ചൊന്നും പറയരുത്. ഞങ്ങൾ മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് മണ്ണിൽ കനകം വിളിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങളുടെ ഒരു മലമ്പാമ്പ്. ആ, വേണമെങ്കിൽ ഒരു പ്രസിഡന്റ് ചേരാം. 5-6 പേർക്ക് പോയി കഴിക്കാനുള്ളതല്ലേ. ആ കല്യാണി പോയി കഴിച്ചാലും മിനിമം 80 പൗണ്ടെങ്കിലും ആകും നമ്മൾ എല്ലാരും കൂടെ കഴിക്കാൻ. എടി, ദൈവദോഷം പറയരുത്. പള്ളിക്ക് കൊടുത്തിട്ട് ആരും നശിച്ചു പോയിട്ടില്ല. ഞാൻ കൊടുക്കും. ഞാനും അധ്വാനിക്കുന്നതാ. കൊടുത്തോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ മോന്റെ ബർത്ത്ഡേ നടത്തുന്നു എന്ന് ആലോചിക്കുക, എന്നിട്ട് മതി. ഇവിടെ വേണ്ടമ്മ, ഞാൻ കൂട്ടുകാരെ കൂട്ടി ഫ്രാൻസിൽ പോയി നടത്തിക്കൊള്ളാം. ഇവിടെ എന്തായാലും വേണ്ട. ഇവിടെ നടത്തിയാ മതി. നമുക്ക് നന്നായി നടത്താമെന്നേ. അധികം ആഡംബരമൊന്നും വേണ്ട. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് രണ്ടും ചെയ്യാം. മനുഷ്യൻ, നിങ്ങൾ ആ ഷൈനിയുടെ മകന്റെ ബർത്ത്ഡേക്ക് പോയി തിന്നതല്ലേ, നമുക്ക് എല്ലാരെയും വിളിച്ച് ആഘോഷിക്കാം.
ഡാഡ്, ഇന്നത്തെ പാർട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്ക്സ്. പക്ഷെ കുറെ ആന്റിമാരുടെയും അങ്കിൾമാരുടെയും വൈബ അതെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വൈവയോ? അതെ ചേച്ചി, അവർക്ക് എന്തൊക്കെയാ അറിയണ്ടേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ പാർട്ടി വേണ്ട, എനിക്ക് പുറത്ത് ട്രിപ്പ് പോയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പ ഇവനെ വിടരുത്. ഇവൻ എന്തെങ്കിലും കുരിശുര നന്നായി വരച്ചിട്ടുണ്ടോ? ഇവന്റെ കൂട്ടുകെട്ട് ശരിയല്ലെന്നേ. എടാ, ഒന്നല്ലെങ്കിൽ ഈ പിള്ളേർക്ക് നീയല്ലേടാ മാതൃക കാണിക്കേണ്ടത്. എടാ, നിന്നെ കണ്ടല്ലേടാ ഇവര് പഠിക്കുന്നത്. ചിറ്റപ്പൻ സൂപ്പറാ, എന്ത് സ്റ്റൈലാ. എടി, കേറിപ്പൊക്കെ അകത്തേക്ക്. ബ്രോയുടെ മക്കള് ബ്രോയെ കണ്ടു പഠിച്ചാ മതി. നീ നിന്റെ അപ്പന്റെ ഫോട്ടോ കോപ്പി ആണെന്നും പറഞ്ഞ് ഇവനെയും പിടിച്ചോണ്ട് ആ കൂട്ടിലിടണോ? അവൻ ഇച്ചിരി എൻജോയ് ചെയ്യട്ടെ. മോൻ പോയിട്ട് വാടാ. അടുത്ത വർഷത്തെ ഇവന്റെ ബർത്ത്ഡേ ഇതിനേക്കാൾ ഗ്രാൻഡ് ആയിട്ട് നടത്തണം. ആ ഷൈനിയുടെ മോന്റെ ബർത്ത്ഡേക്ക് അവളുടെ ചാട്ടം ഞാൻ കണ്ടതാ. അവളുടെ ഒരു പത്രാസ് എനിക്ക് അവളെ ഒന്ന് കാണിക്കാം. എടി, വല്ലവരെയും കണ്ടാണോ നീ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ നടത്തിയാ മതി. നമുക്ക് പാസ്റ്റർ എന്തെങ്കിലും കൊടുക്കണ്ടേ? പാസ്റ്ററൽ സെന്റർ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്റെ അമ്മോ, ഇവളിപ്പൊ എന്നെ തേച്ചേനെ. മനുഷ്യനെ, നിങ്ങൾക്ക് നാണമില്ലെങ്കിലും എനിക്കുണ്ട്. എന്റെ മോന്റെ ആഗ്രഹം ഞാൻ നടത്തും. ഈ ഗ്രേസിയ പറയുന്നേ, ഇത് സത്യം സത്യം സത്യം. അമ്മയ്ക്ക് എന്നെ ബാഹുബലിയിലെ ശിവകാമിയുടെ പ്രേതം കീറിയോ? അല്ലടാ, ഇവക്ക് ഭ്രാന്ത് മൂത്തു. ദൈവമേ, ഈ എന്റെ കുഞ്ഞിനെ കാത്തോളണേ. എടാ, നിന്റെ ബർത്ത്ഡേക്ക് നിന്റെ അമ്മ ഏത് ബൈക്കാടാ മേടിച്ചു തന്നത്? പണികാലം മേടിച്ച് പണി മേടിക്കരുതടാ. നീ എന്താ ഹോം ഡെലിവറി ചെയ്യാൻ പോവാണോ? എന്തിനാടി ഈ കൊല വിലയൊക്കെ കൊടുത്ത് ഈ മരണവണ്ടി ഒക്കെ മേടിച്ചു കൊടുക്കുന്നത്? നീ ഒരുത്തിയ ഇവൻ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത്. ഇങ്ങേരുടെ ഒരു നെഗറ്റീവ് എന്തു പറഞ്ഞാലും ഇത് തന്നെ. മരണവണ്ടി പോലും. ലോകത്താരും ബൈക്ക് ഓടിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ തലയിൽ വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല. എന്റെ മോ സൂക്ഷിച്ചോ ഓടിക്കുന്നെ. അമ്മ ഇവനെ നശിപ്പിക്കൂലോ. നിന്റെ അപ്പനാ ഇവനെ നശിപ്പിക്കുന്നെ. ഇവനെ ഈ വീടിന്റെ ഭിത്തിക്കുള്ളിൽ അടച്ചിടാനാണോ നിന്റെയും പ്ലാന്? ഞാനോ ഇങ്ങേരിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ UK വന്നിട്ടാ. എന്റെ അവസ്ഥ എന്റെ മോന് വരരുത്. എന്താടി നിന്റെ അവസ്ഥ? പറ, എന്താടി നിന്റെ അവസ്ഥ? മുഖത്ത് പൊട്ടിയിട്ട് കയ്യിലും കാലിലും തലയിലും പെയിന്റ് അടിച്ച് നടക്കുന്നതാണോ നീ പറയുന്ന സ്വാതന്ത്ര്യം? വല്ല പാമ്പിന്റെയും പഴുതാരയുടെയും പടം കയ്യിലും കാലിലും വരച്ചു വെക്കുന്നതാണോ നിന്റെ സ്വാതന്ത്ര്യം? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ടാറ്റു വേണ്ട വേണ്ട എന്ന്. ലേവിയുടെ പുസ്തകത്തിൽ ടാറ്റു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹ്, എന്റെ ദൈവമേ, ഇങ്ങർക്കിത് എന്ന് സൂര്യൻ ഉദിക്കും? ഇത് സൂര്യൻ അസ്തമിക്കാത്ത നാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങേരിത് ഇവിടെ വന്നാലും ഓണം കേറാമൂലെ തന്നെ. ഒന്ന് നിർത്താമോ? ഡാഡ്, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. ഐ വാണ്ട് ടു ഡു ബിസിനസ്. ഐ നീഡ് ഫ്രീഡം ബോത്ത് ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി. Business is the only way to make money, profit and fame. I don't want to work like dad and mom. I mean under someone. I need both power and money. മിടുക്കൻ. ഇങ്ങേരുടെ ഗുണമൊന്നും ഇവന് കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് ഇങ്ങേരുടെ കുടുംബക്കാരുടെ. നീ ബിസിനസ് ചെയ്യടാ. അടുത്ത ഇലോൺ മസ്ക് ഈ ക്രോഡോണിന്നാവട്ടെ, ഗ്രേസിയുടെ മകനാകട്ടെ. എടാ മോനെ, ഞാൻ ബിസിനസ്സിനെതിരല്ല. പക്ഷെ നീ ബിസിനസ് എന്താണെന്ന് കണ്ടും കേട്ട് പഠിക്കുക ആദ്യം. നീ പഠിച്ച് എക്സ്പീരിയൻസ് നേടിയിട്ട് വാ, അപ്പം കൂടെ നിക്കാടാ. തുടങ്ങി. മോനെ, നീ പേടിക്കണ്ട. എന്റെ 2 വീട് നിനക്കുള്ളതാ. Dad, I'm planning to invest in AI. This is not about traditional experience. I will be putting in the capital and building a system where others work for me. And I'm confident I will become rich. 2 വീടുകളും വിറ്റ് കിട്ടിയ പണവുമായി ഇളയ മകൻ അപ്പനെ അനുസരിക്കാതെ ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ അവിടെ ബിസിനസ് ചെയ്തും പണം ദൂർത്തടിച്ചും പാർട്ടി ചെയ്തും പണം മുഴുവൻ നഷ്ടപ്പെടുത്തി. നിരാശനായി തളർന്ന് അവൻ അഭയം കൊടുത്ത കൂട്ടുകാരൻ പോലും ഇറക്കിവിട്ടു. പണത്തിനായി, ഒരു നേരത്തെ ഭക്ഷണത്തിനായി തൻ്റെ ഫോണും തൻ്റെ ലക്ഷറിയും എല്ലാം വിറ്റ് അവൻ ഫാമിൽ പോലും പണിയെടുക്കേണ്ടി വന്നു. അവന്റെ ദുർവൃതി ഓർത്ത് അവൻ കരഞ്ഞു തളർന്നു. തന്റെ കുടുംബത്തെ ഓർക്കാൻ, തിരിച്ചു പോകാൻ അവന് മടിയായിരുന്നു. കാരണം അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും സമാധാനവും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സുരക്ഷിതത്വവും അവൻ അവന്റെ പാപങ്ങളാൽ
ഭേദിച്ചിരുന്നു. തെരുവിൽ കിടന്ന് വിശന്ന് മരിക്കാൻ അവൻ മനസ്സാൽ തയ്യാറായിരുന്നു. എന്റെ മോൻ, അവൻ എവിടെയാ? അവൻ എന്നാ പറ്റി? എത്ര നാളായി അവനൊന്ന് വിളിച്ചിട്ട്. ചേട്ടാ, നിങ്ങൾ അവനെ ഒന്ന് അന്വേഷിച്ചു പോയ കാശ് പോട്ടെ, അവനെ വിളിച്ചോണ്ട് വാ. നമുക്കിനി 2 വീടും കൂടെ ഉണ്ടല്ലോ, അവനോട് പറ അതിലൊന്ന് അവന് കൊടുക്കാന്ന്. അമ്മ എന്നാ വർത്താനമ്മീ പറയുന്നേ? ഇത്രയും നാൾ ഞങ്ങൾ മിണ്ടാതിരുന്നു. 2 വീട് പോയി, ഇനിയിപ്പോ ഉള്ളതും കൂടെ അവന് കൊടുത്ത് നല്ല നശിപ്പിക്കണം എന്നാണോ? ഞങ്ങളെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. അമ്മേ, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഇത് വാങ്ങാൻ പറ്റിയത്. അമ്മേ, ഞങ്ങളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ഇവിടെ നടത്തിയിട്ടുണ്ടോ? എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതല്ലേ? മായുന്നല്ലോ മാനത്തെ പൊൻതിരി വാർന്നു തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു കണ്ണിൽ താനേ നീഴലാകവേ ഉള്ളിൽ തോരാതെ പെയ്യുന്നേ. മായുന്നല്ലോ മാനത്തെ പൊൻതിരി വാർന്നു തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു അപ്പോ തന്നെത്താനേ താരം വാനിൽ മായുന്നേ. മണ്ണിൽ തീരാ കനവെല്ലാം മൂടുന്നേ. താളം പോകെ നെഞ്ചിനുള്ളിൽ മൂകമാകും പതിയെ നീയില്ലാതെ നിഴൽ പോലും ഇരുൾ മൂടും നിലവേ. ജെറമിയ 31:20. എഫ്രായിം എന്റെ വത്സലപുത്രനല്ലേ, എന്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എന്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നമ്മളെ തേടിയിറങ്ങുന്ന, നമുക്കായി തുടിക്കുന്ന, സക്രാരിയിൽ നമുക്കായി കാത്തിരിക്കുന്ന, എത്ര പാപിയായാലും നമ്മളെ പുലുകാൻ വെമ്പുന്ന നമ്മുടെ ഈശോ, നമ്മുടെ സ്വന്തം ഈശോ. ആ പരിശുദ്ധ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ വിനീതമായ കൂപ്പുകൈ പ്രണാമം.